പ്രൈസ് ദി ലോർഡ്. അതെ, നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തൻ. നാം ദൈവത്തിന് വേണ്ടി ചെയ്തതൊന്നും മറന്നു കളയുവാൻ നമ്മുടെ ദൈവം അനീതിയുള്ള ദൈവമല്ല. എന്നാൽ നാമും ദൈവവുമായിട്ടുള്ള നമ്മുടെ വ്യക്തിപരമായുള്ള ബന്ധത്തെ, അല്ലെങ്കിൽ നാമും ദൈവവുമായിട്ടുള്ള നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികളെ, നമ്മുടെ വിളിയെയും തിരഞ്ഞെടുപ്പിനെയും, ആമേൻ സ്തോത്രം, നമ്മെക്കുറിച്ചുള്ള ദൈവിക ഉദ്ദേശങ്ങളെയും മനസ്സിലാക്കാത്ത വ്യക്തികളിലൂടെ നമ്മെ നിരുത്സാഹപ്പെടുത്തുന്ന, നമ്മെ മന്ദതയുള്ളവരാക്കുന്ന, നമ്മെ പ്രാഗൽഭ്യമില്ലാത്തവരാക്കുന്ന രീതിയിലുള്ള ചില സംസാരങ്ങളും പ്രവൃത്തികളും കണ്ട് നാം തളർന്നു പോകേണ്ട, ക്ഷീണിച്ചു പോകേണ്ട. പ്രൈസ് ദി ലോർഡ്. നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്, അന്ത്യം വരെയും നടത്തുവാൻ ശക്തനാണ്. ആയതിനാൽ അവസാനത്തോളം ഉത്സാഹമുള്ളവരായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. എന്നെ ശ്രമിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. ഈ ദിവസത്തിലെ അല്പസമയ ചിന്തയ്ക്ക് ആധാരമായ എബ്രായർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 10 മുതൽ 12 വരെയുള്ള വചനങ്ങൾ നമുക്ക് വായിക്കാം. എബ്രായർ 6-ാം അധ്യായം 10 മുതൽ 12 വരെയുള്ള വചനങ്ങൾ. ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നുകളവാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല. എന്നാൽ നിങ്ങൾ ഓരോരുത്തരും പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിപ്പാൻ അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായി തീരും. പ്രൈസ് ദി ലോർഡ്. അത് ഇന്ന് പകൽക്കാലം കർത്താവ് ഇങ്ങനെ സംസാരിക്കുന്നു. ഒരു കാലത്ത് കർത്താവിന് വേണ്ടി അധികമായി പ്രയോജനപ്പെട്ടവർ, ദൈവനാമത്തിന് വേണ്ടി പ്രവർത്തിച്ചവർ, അധ്വാനിച്ചവർ, ഇവിടെ നാം വായിക്കുന്നത് പോലെ നല്ല പ്രവൃത്തി ചെയ്തവർ, വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചവർ, ദൈവത്തിൻ്റെ നാമത്തോട് സ്നേഹം കാണിച്ചവർ, പല രീതിയിൽ മറ്റ് യാതൊരു സാഹചര്യം നോക്കാതെ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ട പലരും ഇന്ന് പലരുടെയും വാക്കുകളാൽ നിരുത്സാഹപ്പെട്ട് മന്ദതയുള്ളവരായി ഒതുങ്ങിയിരിക്കുന്ന അവസ്ഥകളെ പരിശുദ്ധാത്മാവ് ദർശിക്കുമ്പോൾ ദൈവം ഇന്ന് പകൽക്കാലം നമ്മോട് സംസാരിക്കുന്നു. നാം മനുഷ്യരെ നോക്കണ്ട, നമ്മുടെ നല്ല പ്രവൃത്തികളെയും നാം ദൈവത്തിൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളവാൻ നമ്മുടെ ദൈവം അനീതിയുള്ളവനല്ല. നമ്മെ വിളിച്ച കർത്താവ് വിശ്വസ്തനാണ്. ആ ദൈവത്തെ മാത്രം നോക്കി നമുക്ക് യാത്ര ചെയ്യാം. ഇവിടെ നാം വായിക്കുന്നു 11-ാം വചനത്തിൽ, എന്നാൽ നിങ്ങൾ ഓരോരുത്തരും പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിപ്പാൻ. അതേ, നമുക്കൊരു പ്രത്യാശയുണ്ട്. നമ്മുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. ഈ ഭൂമിയിൽ ചില അനുഗ്രഹങ്ങൾ, ദൈവപ്രവൃത്തികൾ കാണുവാനുള്ള പ്രത്യാശ മാത്രമല്ല, യഥാർത്ഥമായ ദൈവമക്കൾക്കുള്ള ആമേൻ സ്തോത്രം പ്രത്യാശയാണ് കർത്താവായ നമ്മുടെ മണവാളനായ യേശുവിൻ്റെ വരവിൻ്റെ പ്രത്യാശ. ആ പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിപ്പാൻ അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അവസാനത്തോളം യേശു അവസാനത്തോളം എല്ലാവരെയും സ്നേഹിച്ചു. അതെ, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന് നാം വായിക്കുന്നു. ആദ്യവിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് നാം വായിക്കുന്നു. അതുപോലെ തന്നെയാണ് ഇവിടെയും പറയുന്നത്, അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കണം. ഇടയ്ക്കിടയ്ക്ക് നാം തളർന്നു പോകുന്ന, ക്ഷീണിച്ചു പോകുന്ന, നിരുത്സാഹപ്പെട്ട് ഒതുങ്ങിക്കൂടുന്ന അവസ്ഥകളുണ്ടല്ലേ. എന്നാൽ ദൈവകരത്തിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. അവസാനത്തോളം ഉത്സാഹത്തോടെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. 12-ാം വചനത്തിൽ വായിക്കുന്നു, അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായിത്തീരും. പലപ്പോഴും മന്ദത വരാറുണ്ട്. എന്തുകൊണ്ടാണ്? അവിശ്വാസം മൂലവും ക്ഷമയില്ലായ്മ മൂലവും. എന്നാൽ വിശ്വാസത്താലും ദീർഘക്ഷമയാലും നമുക്ക് മന്ദതയുള്ളവരാകാതിരിക്കാൻ കഴിയും. മാത്രമല്ല, അത് നമ്മളെ വാഗ്ദത്തങ്ങളെ അവകാശമാക്കിക്കൊള്ളുവാനും നമ്മെ സഹായിക്കും. ആയതിനാൽ ഈ നാളുകളിൽ കർത്താവ് 3 കാര്യങ്ങളെ നമ്മോട് ഇങ്ങനെ പ്രബോധിപ്പിക്കുന്നു. ഒന്ന്, ആമേൻ സ്തോത്രം, നമ്മെ കർത്താവ് മറന്നു കളഞ്ഞിട്ടില്ല. മനുഷ്യർ മറന്നേക്കാം. നാം സ്നേഹിച്ചവർ, നാം സഹായിച്ചവർ, അതെ, എപ്പോഴും നമ്മോട് കൂടി ഉണ്ടാകും എന്ന് നാം കരുതിയവർ നമ്മെ മറന്നു കളഞ്ഞിരിക്കാം. ഭാരം വരണ്ട. നമ്മുടെ ദൈവം അനീതിയുള്ളവനല്ല. ദൈവത്തിൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹം മറന്നു കളയുന്ന ദൈവമല്ല. കർത്താവ് നമുക്ക് ഉറപ്പ് നൽകുന്നു. 2,
അവസാനത്തോളം നാം ഒരുപോലെ ഉത്സാഹം കാണിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. 3, മന്ദതയുള്ളവരാകുവാൻ പാടില്ല, മറിച്ച് വിശ്വാസത്താലും ദീർഘക്ഷമയാലും നിറയപ്പെട്ടവരായി വാഗ്ദത്തങ്ങളെ അവകാശമാക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിന് ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഈ ദിവസത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നല്ല ആലോചനയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അതായത് അത് അങ്ങ് ഞങ്ങളെ വെറുതെ കളയുവാൻ അനീതിയുള്ള ദൈവമല്ലല്ലോ, അങ്ങ് വിശ്വസ്തനായ കർത്താവാണ്. അപ്പാ, ഞങ്ങളെ ഒരു നാളും മറക്കാത്ത, ഞങ്ങളെ വിട്ടുമാറാതെ, അപ്പാ സ്തോത്രം, ഞങ്ങളെ തള്ളിക്കളയാതെ ഉപേക്ഷിക്കാതെ ഇതുവരെ ഞങ്ങളെ നടത്തുന്ന നല്ല അപ്പനെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. അപ്പാ, അങ്ങയുടെ സ്നേഹത്തിൽ നിന്ന് ഒരിക്കലും അകന്നു പോകാൻ ഇടവരരുതേ കർത്താവ്. ഞങ്ങൾ വായിച്ചു കേട്ടതുപോലെ, ദൈവം ഞങ്ങളോട് സംസാരിച്ചതുപോലെ, അപ്പാ അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കുവാൻ, എപ്പോഴും മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും നിറയപ്പെട്ട് വാഗ്ദത്തങ്ങളെ പ്രാപിക്കുവാൻ ദൈവം സഹായിക്കണമേ. നിരുത്സാഹപ്പെടുത്തുന്ന പ്രവൃത്തികൾ, വാക്കുകൾ കേട്ട് മന്ദതയുള്ളവരാകുവാൻ ഇടയാകരുതേ എന്ന് പ്രാർത്ഥിക്കും. ഒരുപോലെ ഉത്സാഹത്തോടെ എനിക്ക് വേണ്ടി പ്രയോജനപ്പെടുവാൻ സഹായിക്കണം. ഈ വചനപ്രകാരം ഇന്ന് പകൽക്കാലം ഒരു പുതിയൊരു അനുഭവം വചനം കേൾക്കുന്ന ഞങ്ങളുടെ മേലൊക്കെ പകരുന്നതിനായി സ്തോത്രം. എല്ലാവരും അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.